നമ്മുടെ വീടുകളിലെ പുൽക്കൂട് സെറ്റിലൊന്ന് പോയി നോക്കണം കേട്ടാ, എത്ര ആടുകളുണ്ടെന്ന്. പറയാൻ കാരണമുണ്ട്. കാരണം ആട്ടിടയന്മാർ നമ്മുടെ പുൽക്കൂട്ടിലേക്ക് വന്നപ്പോൾ ആകെ നമ്മൾ പുൽക്കൂട്ടിൽ കാണുന്നത് 2-3 ആടുകളാണ്. നമ്മൾ സുവിശേഷത്തിലേക്ക് വായിക്കും, 100 ആടുകളുണ്ടായിട്ട് 1 നഷ്ടപ്പെട്ട് കണ്ടെത്താൻ അന്വേഷിച്ച് നടക്കുന്ന 99 വിട്ട് നടക്കുന്ന ഇടയനെക്കുറിച്ച്. ഒരു ആട്ടിടയന്മാരെന്നൊക്കെ പറയുമ്പോൾ ഒരു 5-6 പേര് മിനിമം ഉണ്ടാവില്ലേ? അപ്പം ഇവരുടെ ആടുകളൊക്കെ എവിടെ പോയി? നമ്മുടെ ചിന്ത ആടുകൾ എവിടെ പോയി എന്നല്ല, ഈ 100-150 ആടുകളൊക്കെ വിട്ടിട്ട് നല്ല ഇടയനായ ഉണ്ണീശോയുടെ അരികിലേക്ക് ഇടയന്മാരെത്തിയ സുന്ദരമായ സുദിനാണ് ക്രിസ്മസ്. നമ്മൾ നോക്കിയേ, കോടതി ചെന്നാൽ പോലും ഒരു സാക്ഷി പറയാൻ യോഗ്യതയില്ല എന്ന് മാറ്റി നിർത്തിയ ആട്ടിടയന്മാർ, പുൽക്കൂട്ടിലെ ഉണ്ണിയേശു സുവിശേഷത്തിലൂടെ ഏറ്റവും യോഗ്യതയുള്ളവരാക്കി മാറ്റിയ ഗണത്തിലെ ആട്ടിടയന്മാരുടെ ആ സായുജ്യം ഉണ്ടല്ലോ. നമുക്ക് പലപ്പോഴും തോന്നും ഒന്നുമില്ലാത്തവരാണ്, ഒരു യോഗ്യതയില്ല, ഒരു പരിഗണനയില്ല. പക്ഷേ പുൽക്കൂട്ടിലേക്ക് എല്ലാം വിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അത്രയും ദൈവത്തിനു മുമ്പിൽ യോഗ്യരായി ഈശോ കാണുന്ന വേറെ ആരുമില്ല. എല്ലാം വിട്ട് ദൈവതിരുസന്നിധിയിലേക്ക് ആട്ടിടയന്മാരെ പോലെ നമുക്കും നടന്ന് അടുക്കാം. ഈ ക്രിസ്മസിൽ ആട്ടിടയനെ പോലെ നമുക്കായിരിക്കാം. ദൈവത്തിനു മുമ്പിൽ മഞ്ഞും മഴയും കണ്ട് എല്ലാം വിട്ടുകൊണ്ട് ഈശോയുടെ അരികിൽ നിൽക്കുന്ന ഒരാട്ടിടയൻ്റെ ഹൃദയം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.